ആയുസ്സും ആരോഗ്യവും ഉറപ്പാക്കൂ. കുറഞ്ഞ നിരക്കിൽ ഹെൽത്ത് പാക്കേജുകൾ ഇവിടെ ലഭ്യമാണ്. കൃത്യത, വേഗത, മിതമായ നിരക്ക്. പ്രശസ്ത ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ കൃഷ്ണവേണിയുടെ സേവനം ഇവിടെ ലഭ്യമാണ്. മെഡോറ ക്ലിനിക്കൽ ലബോറട്ടറി, നിലമ്പൂർ റോഡ്, പൂക്കോട്ടുംപാടം. അമരമ്പലം പാട്ടക്കരിമ്പ് ഭാഗങ്ങളിൽ കാട്ടാന ഇറങ്ങുന്നത് പതിവാകുന്നു. കഴിഞ്ഞ ദിവസം കാട്ടാന ഇറങ്ങി പള്ളിയാറടയിൽ തോമസിന്റെ തെങ്ങുകളും കമുകുകളും വ്യാപകമായി നശിപ്പിച്ചു. ഇടയ്ക്കിടെയായി ഇറങ്ങുന്ന കാട്ടാന നാട്ടുകാർക്കും കർഷകർക്കും വലിയ ബുദ്ധിമുട്ടാണ് സൃഷ്ടിക്കുന്നത്. പ്രദേശത്ത് രാത്രികാല പട്രോളിംഗ് നടക്കുന്നുണ്ടെങ്കിലും രാത്രി ഏറെ വൈകിയാണ് ആന ഇറങ്ങുന്നത്. ഫെൻസിംഗ് സംവിധാനം മുഴുവനാക്കാത്തതും ആന ഇറങ്ങാൻ കാരണമാകുന്നുണ്ട്. പാട്ടക്കരിമ്പ് മുതൽ TK കോളനി വരെ ഏകദേശം 10 കിലോമീറ്റർ ദൂരം കൂടെ ഫെൻസിംഗ് ഒരുക്കിയാൽ ഒരു പരിധിവരെ ആന ഇറങ്ങുന്നത് തടയാനാകും. കൃത്യമായ ഇടപെടലുകൾ നടത്തി വേണ്ട നടപടികൾ കൈക്കൊള്ളുമെന്ന് കാളികാവ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് കേമ്പിൽ രവി പറഞ്ഞു. ഈ മലയുടെ ഇറക്കത്തിൽ താമസിക്കുന്ന ഇവിടെ പാരമ്പര്യമായിട്ട് ജീവിച്ചു പോരുന്ന ആൾക്കാർ യാതൊരു പ്രയാസങ്ങളും കഴിഞ്ഞ കാലങ്ങളിലൊന്നും ഉണ്ടായിരുന്നില്ല. ഈ അടുത്ത കാലത്തായിട്ട് 4-5 വർഷമായി നിരന്തരം വന്യമൃഗങ്ങൾ ശല്യം കൊണ്ട് ഇവിടെ ജീവിക്കാൻ പറ്റാത്ത ഒരു ചുറ്റുപാടാണ്. വനം വകുപ്പ് അധികൃതരൊക്കെ വരുന്നുണ്ടെങ്കിലും അവർക്കും കൃത്യമായിട്ടൊന്നും ചെയ്യാൻ പറ്റും. ഫെൻസിങ് ഇട്ടാൽ പോലും ഫെൻസിങ് ആന മരം മുറിച്ച് തള്ളിയിട്ട്, മരം ചവിട്ടി മറിച്ച് തള്ളിയിട്ട് ഫെൻസിങ് നാശനഷ്ടം ഉണ്ടാക്കി അവർ അധ്വാനിച്ചുണ്ടാക്കിയ വാഴയും തെങ്ങും കമുങ്ങും റംബുട്ടാനും അടക്കമുള്ള എല്ലാ സാധനങ്ങളും നശിപ്പിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. അപ്പോൾ വനം വകുപ്പ് അധികൃതർ അടിയന്തരമായിട്ട് ഇതിന് സംവിധാനം കാട്ടിയിട്ടുള്ള വലിയ പ്രയാസങ്ങൾ ഇവിടുത്തെ ആളുകൾക്കുണ്ട്. ഇന്നലെ രാത്രി പോലും ഇതുപോലെ ആന വീടിൻ്റെ മുറ്റത്ത് വന്ന്, ഇവിടെ 3-4 വീടുകളുള്ളതാണ്, ഈ വീടുകളിലെ ആളുകൾക്കൊക്കെ പ്രയാസങ്ങൾ ഉണ്ടാക്കി. ഇത് വല്ല തെങ്ങൊക്കെ മറിച്ചിട്ട് കഴിഞ്ഞാൽ, ഈ വീടിൻ്റെ മുകളിലൊക്കെ ഈ തെങ്ങൊക്കെ വീണ് കഴിഞ്ഞാൽ അവർക്ക് കിടപ്പാടം നഷ്ടപ്പെടുന്ന ചുറ്റുപാടുണ്ടാവും. അപ്പോൾ വനം വകുപ്പ് അധികൃതർ അടിയന്തരമായിട്ട് ഈ വിഷയത്തിൽ ഇടപെടണം. നമ്മൾ MLAയുമായിട്ട് ഈ വിഷയം സംസാരിച്ചിട്ടുണ്ട്. അടിയന്തരമായിട്ട് സംവിധാനം ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് കുറച്ച് ഭാഗത്ത് ഇവിടെ RRT മാത്രം വന്നാൽ തീരുന്നൊരു പ്രശ്നമല്ല. ഞാൻ മനസ്സിലാക്കുന്നത് വാച്ചർമാരെ പോസ്റ്റ് ചെയ്യണം. ഈ മലയോര മേഖല അല്ലെങ്കിൽ 10 കവുങ്ങ് അല്ലെങ്കിൽ 10 തെങ്ങില്ലാത്തവരാരുമില്ല. അതുകൊണ്ട് ഉപജീവനമാർഗം കണ്ടെത്തുന്ന ആൾക്കാരാണ് ഇവിടെ കൃഷിയിൽ. ഏരിയ മൊത്തം അങ്ങനെയാണ്. അല്ലെങ്കിൽ 10 റബ്ബർ. ഒരു കാലത്ത് റബ്ബറിനൊന്നും ചെയ്യാറില്ലായിരുന്നു ഈ ആനകൾ. റബ്ബർ വരെ കടിച്ച് പൊളിച്ച് ഇടുന്ന അവസ്ഥയിലാണ് പോകുന്നത്. അതിന് ശാശ്വത പരിഹാരം നിലക്ക് ഈ ഫെൻസിങ് വന്നു, അതും പട്ടിമറിച്ചിട്ടൊക്കെയാണ് ഇത് വരുന്നത്. ഇപ്പോൾ ഇവിടുന്ന് ഈ പാട്ടക്കരിമ്പ് ഭാഗത്ത് നിന്ന് TK കോളനി വരെ ഫെൻസിങ് ഇല്ല. അത് അടിയന്തരമായിട്ട് പൂർത്തീകരിക്കണം. അത് MLA അതിനൊരു ഉറപ്പ് തന്നിട്ടുണ്ട്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് EFOനൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. പിന്നെ നമുക്ക് പുറത്തിറങ്ങാനും കൂടി വയ്യാത്തൊരു സാഹചര്യമാണ്. പിന്നെ കുട്ടികളൊക്കെ വരുമ്പോൾ 10 മണി 11 മണിയൊക്കെ ആവും വീട്ടിലേക്ക് എത്താൻ. ആ നേരമൊക്കെ നമുക്ക് നല്ല പേടിയാണ്. പുറത്തിറങ്ങാൻ കഴിയൂല. വാർപ്പിൻ്റെ മുകളിൽ കയറി നിന്നിട്ട് ടോർച്ച് അടിച്ച് നോക്കാൻ മാത്രമേ പറ്റുള്ളൂ. ഒരുപാട് സാധനങ്ങൾ പറഞ്ഞാൽ ഒരു 10-20 തെങ്ങും തൈ കേടെടുത്തി, അതേപോലെ വലിയ തെങ്ങ്, വാഴ, എല്ലാ സാധനങ്ങളും നിരന്തരം കേടെടുത്തിക്കൊണ്ടിരിക്കുക. ഒരു ദിവസമായിട്ടല്ല, അപ്പോൾ ഇത് തുടങ്ങിയിട്ടൊരു 10-20 ദിവസം. പ്രദേശത്ത് ഫോറസ്റ്റ് RRT അധികൃതർ പരിശോധന നടത്തി രാത്രികാലങ്ങളിലെ പട്രോളിംഗ് ശക്തമാക്കാനാണ് തീരുമാനം. പ്രദേശത്തിനടുത്ത് സ്ഥിതി ചെയ്യുന്ന വിവിധ എസ്റ്റേറ്റുകളിൽ കാടുകൾ വളർന്നതും ആനകൾ നാട്ടിലേക്ക് ഇറങ്ങുന്നതിന് കാരണമാകുന്നുണ്ട്. ഏക്കർ കണക്കിന് സ്ഥലത്തെ കാടുകൾ വെട്ടി പരിപാലിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, പൂക്കോട്ടുംപാടം.